ഒരു കേക്ക് ഉണ്ടാക്കാൻ ചെറുക്കെങ്കിലും പേടിയുണ്ടാവും, ചിലപ്പോഴൊക്കെ അത് ഫ്ലോപ്പാകാറുണ്ടല്ലോ. എന്നാൽ ഒരിക്കലും ഫ്ലോപ്പാകാത്ത ഒരു ബ്രൗണി നമുക്കുണ്ടാക്കാം. എന്നാൽ ബ്രൗണി ഉണ്ടാക്കിയാലോ? ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ബ്രൗണി ഉണ്ടാക്കുന്നത്. ഒരു ചരുവത്തിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് 2.5 കപ്പ് അളവിനുള്ള ബ്രൗണിയാണ്. പക്ഷേ ഒരു കപ്പിനുള്ള മെഷർമെൻറ്റ്സ് ഞാൻ പറയാം. 1 കപ്പിന് 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട്. ഞാൻ വാൻലിയറിൻ്റെ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. ഡാർക്ക് കോമ്പൗണ്ട് ഏതിൻ്റെ മോഡിയോ വേറെ ഏതെങ്കിലും എടുക്കാം. അത് എല്ലാ കേക്ക് ഷോപ്പിലും ആമസോണിലും ഒക്കെ ലഭിക്കുന്നതാണ്. ബ്രൗണി 100 ഗ്രാം ബ്രൗണി ചെറുതാക്കി നുറുക്കി ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചു. ഡബിൾ ബോയിൽ ചെയ്യാനെടുക്കുന്ന പാത്രത്തിൽ ഓയിലോ വെള്ളമോ ഒന്നും പാടില്ല. അത് വളരെ ചെറുതീയിൽ വെള്ളം അതിലേക്ക് തെറിക്കാത്ത വിധത്തിൽ അതറിയാം, മിക്കവാറും എല്ലാവർക്കും അറിയാം ഡബിൾ ബോയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ ബട്ടറും ചേർത്ത് നല്ലവണ്ണം മിക്സാക്കി ചൂടാറാൻ വയ്ക്കുക. 6 ഇഞ്ചിൻ്റെയോ 7 ഇഞ്ചിൻ്റെയോ അലുമിനിയത്തിൻ്റെ ഒരു ട്രേ, സ്ക്വയർ ട്രേ ആണ് നല്ലത്. അതിൽ ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്ത് വയ്ക്കുക. കേക്ക് വിട്ടുപോരാൻ എളുപ്പത്തിന് ബട്ടർ പേപ്പറിൻ്റെ മീതെ കൂടി കുറച്ച് ബട്ടർ തടവി കൊടുക്കുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തു വയ്ക്കാം. 1 കപ്പ് മൈദയ്ക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. ഞാനിവിടെ ബ്രൂവിൻ്റെയാണ് എടുത്തത്. ഓപ്ഷണലായിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് ഇളക്കി വയ്ക്കുക. ഒത്തിരി അരിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ബ്രൗണിയാണ്, കേക്കല്ലല്ലോ. ഒത്തിരി ഫ്ലഫി ആയി പോകണ്ട. ഇനി നമുക്ക് ഷുഗർ കൂടെ പൊടിച്ച് വയ്ക്കാം. 1 കപ്പ് മൈദയ്ക്ക് 1/4 കപ്പ് ഷുഗർ പൊടിക്കുമ്പോൾ 1 കപ്പ് പൊടിച്ച ഷുഗർ കിട്ടും. അത് മതിയാവും. ഈ സമയം കൊണ്ട് നമുക്ക് ഓവനാണെങ്കിൽ ഓവൻ, അല്ലെങ്കിൽ ചെരുവാണെങ്കിൽ ചെരുവ് ചൂടാക്കാൻ വയ്ക്കാം. ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഓവൻ ചൂടാക്കുക. ചരുവമാണെങ്കിലും ഫ്ലെയിം ബേസിൽ മുട്ടുന്ന വിധത്തിൽ ചൂടാക്കാൻ വയ്ക്കുക. ഇനി മുട്ട ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. 1 കപ്പ് മൈദയ്ക്ക് 2 മുട്ടയാണ് ചേർക്കുന്നത്. അത് ബീറ്ററൊന്നും വേണമെന്നില്ല, വിസ്കോ ഫോർക്കോ മതി. ബീറ്റർ ഉപയോഗിച്ചാൽ തന്നെ ചെറിയ സ്പീഡിൽ മാത്രം. ഇനി ആ മിക്സിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര 2-3 തവണയായി ചേർക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൊടിച്ച പഞ്ചസാരയ്ക്ക് ചൂടുണ്ടാകാൻ പാടില്ല. നല്ലപോലെ മിക്സായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സാക്കുക. അപ്പോഴേക്കും തണുത്തു വന്ന നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ മിക്സ് മുട്ട മിക്സിലേക്ക് ആഡ് ചെയ്ത് ഒന്നുകൂടി യോജിപ്പിക്കുക. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റായ മൈദയുടെ മിക്സ് ആഡ് ചെയ്യാനുള്ള സമയമായി. അത് 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട് ഇട്ട് ഒത്തിരി അടിക്കാതെ ഫോൾഡ് ചെയ്ത് അടുത്തതായിട്ട് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് മിക്സ് ഒഴിച്ച് ഒന്ന് മുട്ടി, ഒരുപാട് മുട്ടേണ്ട ആവശ്യമില്ല, ഒരു മുട്ടിക്കൊടുത്ത് ചോക്ലേറ്റോ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ഇനി ആ ട്രേ നമ്മുടെ ചൂടായി കിടക്കുന്ന ഓവനിലോ ചരുവത്തിലേക്കോ ഇറക്കി വയ്ക്കുക. അത് 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കുക. ചരുവത്തിലാണെങ്കിൽ ഫ്ലെയിം ബേസിൽ മുട്ടുന്ന പരുവത്തിൽ, അത് മീഡിയം അല്ല, മീഡിയം ടു ഹൈ ടു മീഡിയം ലെവലിൽ വയ്ക്കുക. അത് 20-25 മിനിറ്റ് ആകാതെ തുറക്കരുത്. 20 മിനിറ്റ് ആകാതെ തുറക്കുകയും ചെയ്യരുത്. 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ലൊരു മണമൊക്കെ വരും, സ്മെല്ലൊക്കെ വരും. അപ്പോൾ തുറന്നു നോക്കുക. അന്ന് സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കിയിട്ട്, ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയിട്ട് പറ്റി പിടിക്കുന്നില്ലെങ്കിൽ ആയിട്ടുണ്ട്, എന്നാലും ഒരു 10 മിനിറ്റോടെ ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്യുക. ബേക്ക് ചെയ്ത് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഡിസൈൻ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ചോക്ലേറ്റ് ഉരുക്കി ഒഴിക്കാം, കട്ട് ചെയ്തിട്ട്. അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് വെറുതെ മെൽറ്റ് ചെയ്യാം, ഡബിൾ ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ച് മെൽറ്റ് ചെയ്തിട്ട് ഒരു സിപ്ലോ കവറിലിട്ട് ഇതുപോലെ സെറ്റ് വരച്ച് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്.
എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട യമ്മി ബ്രൗണി റെഡി.